നമുക്കറിയാം, നമ്മുടെ വൈദ്യുതി രംഗത്ത് നമ്മൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി കൊടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമ്മൾ അത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ 40% വൈദ്യുതി മാത്രമാണ്, നമ്മുടെ ആവശ്യമുള്ള 40% താഴെ വൈദ്യുതി മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 60% നമ്മൾ വില കൊടുത്ത്, അമിത വില കൊടുത്ത് വാങ്ങി നമുക്ക് ഗവൺമെൻറ് തരുന്നതാണ്, KEC തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വൈദ്യുതി വില കൊടുത്ത് വാങ്ങാൻ മാത്രം പ്രത്യേക താല്പര്യമാണ് KEC ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളതെന്നുള്ള ആരോപണം ഉയർന്നത്. കാരണം അങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നും കമ്മീഷൻ അടിച്ചു മാറ്റാമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 4 രൂപ 15 പൈസയ്ക്കൊക്കെ കിട്ടുമായിരുന്ന വൈദ്യുതി 10 രൂപയ്ക്കും 12 രൂപയ്ക്കും 12.5 രൂപയ്ക്കും വാങ്ങാൻ, അതും ഈ ഗവൺമെൻറ് ഏറ്റവും അധികം എതിർക്കുന്ന അദാനിയിൽ നിന്നും, അദാനി പവർ യൂണിറ്റിൽ നിന്നും, അദാനിയിൽ നിന്നും വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അദാനിക്ക് വൻ വില കൊടുത്താണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യുതി വാങ്ങുന്നതിൽ വളരെയധികം കമ്മീഷൻ, അതായത് 10-20% കമ്മീഷൻ കൊടുത്താൽ പോലും അദാനിക്ക് നഷ്ടമില്ല. അത്രയ്ക്ക് കമ്മീഷൻ ഈ ഗവൺമെൻറ് നയിക്കുന്നവരും അതുപോലെ KEC ചില യൂണിയൻ നേതാക്കളും ഈ കരാറിൽ ഏർപ്പെടുന്നവരെല്ലാം കൂടി അടിച്ചു മാറ്റുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിലെല്ലാം നമ്മളാണ് പണം കൊടുക്കേണ്ടത്. നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ മുകളിൽ അമിതമായിട്ട് വൈദ്യുതി ബില്ല് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ വയറ് മുറുക്കി കൊടുത്തുകൊണ്ട് വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. കാരണം വൈദ്യുതി ഇല്ല നമുക്കൊരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ വൈദ്യുതിയാണ്. കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും അത് ചാർജ് ചെയ്യണമെങ്കിൽ പോലും വൈദ്യുതി വേണം. ബാക്കി പിന്നെ വീട്ടിൽ വെട്ടമില്ലാതെ അല്പം മെഴുകുതിരി കത്തിച്ച് വെച്ചാലും മതി എന്ന് വിചാരിച്ചാൽ പോലും ബാക്കിയെല്ലാം TV കാണണം, മൊബൈൽ ചാർജ് ചെയ്യണം. ഇതാണല്ലോ മനുഷ്യൻ്റെ, ഇപ്പോഴത്തെ കേരളത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ അതുകൊണ്ട് വൈദ്യുതി ഇല്ലാതെ വെക്കില്ല. വീട്ടിൽ പിന്നെ ഫാൻ വേണം, പ്രകാശ ലൈറ്റ് വേണം. അപ്പോൾ നമ്മൾ എത്ര വില കൂട്ടിയാലും ഈ KEC എത്രമാത്രം വില കൂട്ടിയാലും നമ്മൾ അമിതമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഇപ്പോഴിതാ ചില കമ്പനികൾക്ക് പിന്നെ കേരളത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാൻ അവിഹിതമായിട്ട്, അനധികൃതമായിട്ട് കരാറുകൾ നീട്ടിക്കൊടുക്കുന്നു. ഈ കരാറുകൾ നീട്ടിക്കൊടുക്കുന്നതിൻ്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട്, കോടികളുടെ അഴിമതിയുണ്ട്. കോടികൾ ഇവരിൽ നിന്ന് വാങ്ങിയിട്ടാണ് സർക്കാർ ഈ അഴിമതി നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ആരോപണം ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന് ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. KEC ഭരിക്കുന്നത്, വൈദ്യുതി ബോർഡ് ഭരിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണെങ്കിലും കൃഷ്ണൻകുട്ടി പാവം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാജീവും പിണറായി വിജയനും ചേർന്നുകൊണ്ട്, വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും പിണറായി വിജയനും ചേർന്നുകൊണ്ട് രഹസ്യ കരാർ അല്ലെങ്കിൽ കരാറുണ്ടാക്കുന്നു. രഹസ്യ കരാർ എന്ന് പറയാൻ പറ്റില്ല, കരാറുണ്ടാക്കുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കോടികൾ അടിച്ചു മാറ്റുകയും ചെയ്യുന്നു. വൻ അഴിമതിയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാനം കാർബറാണ്ടം ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന 30 വർഷത്തെ കരാർ അന്ന് നായനാർ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നു. അവർക്ക് അവരുടെ കമ്പനികളുടെ ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ കരാർ ഈ ഡിസംബർ 30 തീരുന്നതാണ്. അപ്പോൾ ഡിസംബർ 30 തീരുന്നതിന് മുമ്പേ 29 ദിവസം മുമ്പ് അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരിൽ നിന്നും അത് തിരിച്ച് നമ്മൾ ഈടാക്കേണ്ടതാണ്. KEC വൈദ്യുതി വകുപ്പും മന്ത്രിയുമൊക്കെ നിങ്ങളുടെ കരാർ അവസാനിപ്പിക്കാൻ പോകുന്നു, നിങ്ങൾ അതുകൊണ്ട് ഈ കമ്പനി തിരിച്ചു നൽകണം, ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം തിരിച്ച് നൽകാനുള്ള അധികാരം ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തതാണ് മുമ്പ്. പക്ഷേ ആ കത്തെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് ഈ കൃഷ്ണൻകുട്ടിയോ വൈദ്യുതി വകുപ്പിലെ സെക്രട്ടറിയോ ഒന്നും അറിയാതെ പിണറായി വിജയനും രാജീവും കൂടെ ചേർന്നുകൊണ്ട്, വ്യവസായ വകുപ്പ് രാജീവും കൂടെ ചേർന്നുകൊണ്ട് ഇവർക്ക് കരാർ ഇപ്പോൾ 25 വർഷത്തേക്ക് കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഏകപക്ഷീയമായിട്ട് അവരുടെ 25 വർഷത്തേക്ക് കൂടി കമ്പനി കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ കമ്പനി എന്ന് പറയുന്നത് വൈദ്യുതി പിന്നെ അവരുടെ 12 മെഗാവാട്ട് വൈദ്യുതിയാണ് അവരവിടെ ഉണ്ടാക്കുന്നത്. ഈ 12 മെഗാവാട്ട് വൈദ്യുതി പലപ്പോഴും അവരുടെ ആവശ്യത്തിന്, കരാർ അനുസരിച്ച് അവരുടെ ആവശ്യത്തിന് കഴിഞ്ഞ് അധികം ആണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ വൈദ്യുതി KEC കൊടുക്കണം. KEC വാങ്ങും. KEC നല്ല വില, നിങ്ങൾ പറയുന്ന വില KEC നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പനി കാർബറാണ്ടം ഇൻവെസ്റ്റേഴ്സ് എന്ന കമ്പനി കരാറിൽ അനുസരിച്ച് KEC വൈദ്യുതി കൊടുക്കുന്നു. പക്ഷേ ഈ വൈദ്യുതി ഇവർ ഈ സമയത്ത് KEC കൊടുക്കുന്ന വൈദ്യുതിയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അവർ പുറത്തു നിന്നും വൈദ്യുതി വാങ്ങിച്ച് അവരുപയോഗിക്കുന്നു. അവരുണ്ടാക്കുന്ന വൈദ്യുതി കൂടുതൽ വിലയ്ക്ക് KEC കൊടുക്കുന്നു. നോക്കണേ എന്തൊരു ചതിയാണെന്ന്.
നമ്മുടെ മണ്ണിലെ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ പ്രധാനമായിട്ടും മൂഴിയാറിലെ വെള്ളമാണ്. മൂഴിയാർ ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞിട്ട് ആ വെള്ളം നേരെ മണിയാറിലേക്ക് വരും. മണിയാറിൽ നിന്നുള്ള വെള്ളം എടുത്താണ് ഇവർ വൈദ്യുതി ഉണ്ടാക്കാൻ കരാർ കൊടുത്തത്. ആ മണിയാറിലെ വെള്ളത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള 12 ഇപ്പം ഈ ഒന്ന് കാർബറാൻഡം ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടീമാണ്. കേരളത്തിൽ ഇങ്ങനെ 12 ചെറുകിട കമ്പനികൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അധികം ഉണ്ടാവണമെങ്കിൽ KSEB കൊടുക്കണമെന്നും പറയുന്നു. പക്ഷേ ഈ കാർബറാൻഡം കമ്പനി കൃത്യമായിട്ടും KSEBക്ക് കൊടുക്കുന്നത് KSEBയെ പറ്റിച്ചുകൊണ്ടാണ്. കാരണം അവർ പുറത്തുനിന്നും ഞങ്ങൾക്ക് വൈദ്യുതി തികയുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തു നിന്ന് അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ഇവരുണ്ടാക്കുന്ന നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കരാറനുസരിച്ചിട്ട് ഉണ്ടാക്കുന്ന വൈദ്യുതി അവർ KSEBക്ക് അമിത വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതിന് ചെന്നിത്തല ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മൾ വീട്ടിൽ നമുക്ക് ആവശ്യമായി കഴിക്കാൻ വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷണമൊക്കെ വച്ച് കഴിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമുക്ക് 2 പൊതിച്ചോറ് സംഭാവനയായി കിട്ടുന്നു. ഇപ്പോൾ 2 പൊതിച്ചോറ് നമുക്ക് സംഭാവനയായി കിട്ടിക്കഴിഞ്ഞാൽ 2 3 വീട്ടിൽ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും പൊതിച്ചോറ് സംഭാവനയായി കിട്ടുന്നു. സ്വാഭാവികമായിട്ടും ഫ്രീ ആയിട്ട് കിട്ടിയ പൊതിച്ചോറ് നമ്മൾ കളയില്ല, അത് വാങ്ങി അതങ്ങ് കഴിച്ചു. അത് കഴിച്ചപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ചോറും കറിയും മിച്ചം വന്നു. അതിനെല്ലാം കൂടെ വാരിക്കെട്ടി നേരെ ഹോട്ടലിൽ കൊടുത്ത് വില വാങ്ങുന്നു. ആ ചോറിനെ കൊടുത്തിട്ട് ഹോട്ടലിൽ കൊടുത്തിട്ട് വില വാങ്ങുന്നു. ഈ രീതിയാണ് ഈ കാർബറാൻഡം കമ്പനി KSEBയോട് കാണിച്ചത്. അവർ നമ്മുടെ വൈദ്യുതി മണ്ണിൽ നിന്ന് ഇരുന്നു കൊണ്ട് നമ്മുടെ വൈദ്യുതി ഉണ്ടാക്കുകയും എന്നിട്ട് നമുക്ക് തന്നെ അമിത വിലയ്ക്ക് തരികയും അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് അവർ പുറത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കരാർ ലംഘനമാണ് നടത്തുന്നത്. എന്നിട്ട് പോലും ആ കമ്പനിയെ വഴിവിട്ട് സഹായിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, ജനകീയ സർക്കാർ, എപ്പോഴും ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ കമ്പനിയെ നിലനിർത്താൻ വേണ്ടി കമ്പനി അവർ പറഞ്ഞ ഒരൊറ്റ ഭീഷണി, ഞങ്ങൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് കരാർ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വ്യവസായം ഇട്ടിട്ടിറങ്ങി പോകും എന്ന് അങ്ങനെ ഭയപ്പെടുത്തി അതങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം ഇതിനകത്ത് ഈ 25 വർഷത്തേക്കും കൂടി കരാർ കൊടുത്തപ്പോൾ കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ടെന്ന് ചെന്നിത്തല പറയുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിനെ ന്യായീകരിക്കുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ്. കാരണം നമ്മുടെ നാട്ടിൽ വ്യവസായം വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കമ്പനികളെ പിണക്കി വിടാൻ പാടില്ല എന്ന് ഒറ്റ ന്യായം പറഞ്ഞുകൊണ്ട്, ആ തൊടുന്യായം പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അഴിമതി കാട്ടിയിരിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ.